ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ കുറേ കാലമായി സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് ഇന്ന് എന്തായാലും ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ഒരു സ്റ്റഡി വ്ളോഗ് എടുക്കാൻ പോവാണ്. ഞാൻ ഈ മാർച്ച് സെഷനിൽ SBL പേപ്പറാണ് എഴുതുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഇതും കൂടി കഴിഞ്ഞിട്ട് ഇനി ആകെ ഒരു പേപ്പറും കൂടി ഉള്ളൂ. ആൻഡ് SBL അങ്ങനെ കുറേ പഠിക്കാനൊന്നുമില്ല. നമ്മൾ ഇത്രയും കാലം പഠിച്ചതൊക്കെ വെച്ചിട്ട് അതിനൊന്ന് സ്ട്രക്ചറാക്കി നൈസാക്കിയിട്ട് എഴുതാമെന്ന് മാത്രം. എനിവേയ്സ്, കുറേ പേര് ചോദിച്ചു ഞാൻ സിംഗിൾ ചൈൽഡ് ആണോ എന്നൊക്കെ. അല്ല ഗൈസ്, എനിക്കൊരു ബ്രദറും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരും കൂടിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഞാനൊരു കൊളാഷ് പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഇത് കണ്ടുകൊണ്ട് കിടക്കാം. അതൊരു പ്രത്യേക രസമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പെട്ടെന്ന് താഴെ പോയി ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു. തീരെ സമയം കളയാനില്ല. കാരണം ഞാൻ ഇത്രയും ദിവസം ഒന്നും പഠിക്കാതെ വെച്ചിട്ട് ഇനിയിപ്പോൾ കുറേ വായിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫാക്കൽറ്റി പണ്ട് പറയുമായിരുന്നു, ലൈക്ക് ഏറ്റവും ലാസ്റ്റ് പേപ്പേഴ്സ് ആകുമ്പോഴാണ് ACCയിൽ നമ്മൾ ഏറ്റവും ബോറടിക്കുകയാണ്. അത് അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം പഠിക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ലൈക്ക് നമ്മൾ ബാക്കി ഒരുപാട് കാര്യങ്ങളായിട്ട് ഇൻവോൾവ് ആയിപ്പോയി. വർക്കാണെങ്കിലും അല്ലെങ്കിൽ ലൈഫിലാണെങ്കിലും ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പഠിപ്പ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ബോറിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇടാത്തത്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ചെയ്ത് പ്രസീൻ വായിച്ചു. അതായത് നമ്മുടെ ഈ സെഷൻ്റെ പ്രസീൻ വന്നിട്ടില്ല, ലാസ്റ്റ് സെഷൻ്റെ പ്രസീനും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. പ്രസീൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. SBLൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ +2 ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടില്ലേ, ഒരു വലിയ പാരഗ്രാഫ് തരും അല്ലെങ്കിൽ ഒരു കേസ് തരും, എന്നിട്ട് അത് പഠിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രീസീൻ വരുന്നതിന് മുന്നേ ആരും അങ്ങനെ കാര്യമായിട്ട് SBLന് പഠിക്കാതെ. നമ്മുടെ പ്രീസീൻ വരുന്നത് 19-ാം തീയതി 20-ാം തീയതി എന്തോ, ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് തീർത്തു. ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും അതിൻ്റെ ആൻസേഴ്സ് ഫുള്ളായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് എഴുതണം. അതിന് മുന്നേ ഇപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ആക്ച്വലി ഞാനൊരു GoProയിലാട്ടോ ഷൂട്ട് ചെയ്ത്. എൻ്റെ ഫ്രണ്ട് തന്നാൽ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ ബെറ്റർ ആയിട്ടാണോ തോന്നുന്നത് അതോ ഫോണാണോ നല്ലത്? അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. സോ ഐ തോട്ട് ആ ക്വസ്റ്റ്യനും കൂടി ഒന്ന് വായിച്ച് തീർക്കാമെന്ന്. ലൈക്ക് പ്രീസീനും ക്വസ്റ്റ്യനും രണ്ടും ഡിഫറെൻറ്റ് PDF-ആണ്. ഞാനങ്ങനെ ആ ക്വസ്റ്റ്യൻ വായിച്ച് പകുതിയൊക്കെ ആയപ്പോൾ തന്നെ കറണ്ട് പോയി, ഇൻവേർട്ടറും ഡെഡായി. ഇപ്പോൾ നിർത്തി പോവുകയാണെങ്കിൽ പിന്നെ വായിക്കാൻ വലിയ മൂഡുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വായിച്ച് തീർക്കാം. പറയാൻ വിട്ടുപോയി, SBL ഞാൻ ജോജോ സാറിൻ്റെ ക്ലാസ് കേട്ടോ. നല്ല ക്ലാസ്സാണ്. ക്ലാസ്സിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, ഒട്ടും ലാഗില്ല. എല്ലാ കാര്യങ്ങളും സ്ട്രൈറ്റ് ടു ദ പോയിന്റ് പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ഡെയിലി 1 hour ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ടൈം ഒട്ടും വേസ്റ്റ് ആവുന്നില്ല അതിൽ. നിങ്ങളിപ്പോൾ ഏത് പേപ്പറാണ് ചെയ്യുന്നത് മാർച്ചിലേക്ക്? ഞാനിത് എല്ലാ സെഷനിലും ചോദിക്കാറുണ്ടല്ലേ. ലൈക്ക് ഇറ്റ്സ് കമ്മിങ് ടു ആൻ എൻഡ്. ഞാൻ ഈ ജൂണിൽ എൻ്റെ ACC കഴിഞ്ഞാൽ പിന്നെ ഈ ടൈപ്പ് വ്ളോഗുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സോ യു ഗൈസ് ഹാവ് ബീൻ വിത്ത് മീ ഫോർ 3 whole years. അതിനായി തന്നെ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയട്ടെ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോസും അങ്ങനെ ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്. എന്തിനു പറയണം, ഈ ഒരു വീഡിയോയിൽ സ്ക്രിപ്റ്റ് പോലും ഇല്ല. ഞാനിപ്പോൾ ഈ വോയിസ് ഓവറൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് എൻ്റെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് അപ്പോൾ പറഞ്ഞു പോകും. പിന്നെ ഈ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ്, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ എനിക്ക് പറയാനുള്ളത്, കോണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരോടാണ്. നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. ഗോ ഫോർവേഡ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു നഷ്ടവും വരില്ല. ഇനിയിപ്പോൾ വ്യൂസ്, പൈസ, ഈ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ആവും. കുറേ അഡീഷണൽ സ്കിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രിഷർ AI എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ ഫസ്റ്റത്തെ ഓഫ്ലൈൻ AI ക്ലാസ്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതെനിക്ക് അയച്ചു തന്നിരുന്നു അവർ. നല്ല സാധനം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതിങ്ങനെ ഹെവി അല്ല, ബൾക്കി അല്ല, കാണാനും നല്ലതാണ്. അതുമാത്രമല്ല, നമുക്ക് അതിൽ കോൾസ് വിളിക്കാം, പാട്ട് കേൾക്കാം. പിന്നെ ഇതിൻ്റെ ലെങ്സ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പവർ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ അതിലൂടെ കേൾക്കാം. അതേപോലെ തന്നെ PDF എന്തെങ്കിലും റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സിറിയൊക്കെ പറഞ്ഞു തരുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഓഫ്ലൈനായിട്ട് റിയൽ ടൈമിൽ നമുക്ക് ക്ലിയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ കയറിയിട്ട് എൻ്റെ ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും. കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കാനേ വയ്യ, ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകാമെന്ന്. ലഞ്ചാണെങ്കിൽ ഇന്ന് അടിപൊളിയായിരുന്നു. കപ്പയും ചോറും മീൻകറിയും ചിക്കൻ ഫ്രൈയും പപ്പടവും എല്ലാം കൂടി കൂട്ടി ഒരു അടിപൊളി ലഞ്ച്. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചാൽ നേരെ ഫെയർലാൻഡിലേക്ക് വിട്ടു. പ്രകമ്പൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ട് കുറച്ച് ദിവസം കണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. മൂവി എല്ലാം രസം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദാഹം. അപ്പോൾ പിന്നെ വിചാരിച്ചു വഴിയിലിറക്കി ഒരു കരിക്കൊക്കെ കുടിച്ചിട്ട് പോകാം. നമ്മൾ എപ്പോഴും ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, കിട്ടുന്ന ടൈം ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു സിനിമ കണ്ടു, പുറത്തു പോയി, കുറച്ചൊരു എൻജോയ്മെൻ്റ് ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് വൈകിട്ട് വന്ന് കറണ്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇരുന്ന് പഠിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല.
എനിവേയ്സ് വീട്ടിലെത്തി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പോൾ ജിമ്മിനൊക്കെ പോകണം. അപ്പോൾ ജിമ്മിന് പോകുന്നതിൻ്റെ മുന്നേ നല്ല പ്രീ വർക്കൗട്ടാണ്. പപ്സ്, ലഡു, ചക്ക, ചായ ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ടാണ് ഞാൻ ജിമ്മിനൊക്കെ പോകുന്നത്. ജിമ്മിന് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഷോപ്പിൻ്റെ പുതിയൊരു ബോർഡ് വയ്ക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്പോട്ട് കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ പിന്നാലെ കുറച്ച് നേരം നടന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ സ്റ്റോറിൻ്റെ പേജ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ കയറി ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. എല്ലാ ദിവസവും പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തീർത്ത് ഞാൻ നേരെ ജിമ്മിൽ പോയി. ഇന്നാണെങ്കിൽ ലെഗ് വർക്കൗട്ടാണ്. നല്ല പെയിനാണ് കേട്ടോ. ഞാനാണെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ജിമ്മിൽ വരണേ. ഇപ്പം അങ്ങനെ സ്ഥിരമായിട്ട് ജിമ്മിനൊന്നും വരാൻ പറ്റാറില്ല. വൈകിട്ട് ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും ആകെ ചത്ത ഒന്നിനും പറ്റാതാവും. രാവിലെ ആണെങ്കിൽ നേരത്തെ എഴുന്നേക്കാനും തോന്നൂല. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി. കുറച്ച് വേ പ്രോട്ടീൻ ഉണ്ടായിരുന്നു, അന്നെങ്ങാണ്ട് വാങ്ങിയതാണ്. അത് കലക്കി കുടിച്ചു. നല്ല ടേസ്റ്റ് കേട്ടോ. ചോക്ലേറ്റും പാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കണം. എന്നിട്ട് രാവിലെ വായിച്ച ക്വസ്റ്റ്യൻ അല്ലേ, അതിൻ്റെ ആൻസേഴ്സ് പോയിന്റ് ആക്കി വെച്ച് എഴുതണം. ഞാനിപ്പോൾ തന്നെ അങ്ങനെ വാരി ചെയ്തുന്നില്ല, കാരണം പ്രീസീനും കാര്യങ്ങളും വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ എഴുതുന്നത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് പോലെയുള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങ് എഴുതേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ SBL ഇത് ആദ്യമായിട്ടാണ് ഒരു ആൻസർ എഴുതാൻ നോക്കുന്നത്. മറ്റേതൊക്കെ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് അതിൻ്റെ ആൻസർ വായിച്ചിങ്ങനെ പോകുന്നല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഇതുവരെ എഴുതി നോക്കിയിട്ടില്ല. വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റുന്നുണ്ട്. ഞാനപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ ഉടനെ ChatGPT ജസ്റ്റ് എൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് വാല്യൂ ചെയ്തെടുത്തു. ലൈക്ക് ഭയങ്കര കറക്റ്റൊന്നും ആവില്ല അവർ പറയുന്നത്, എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ എഴുതിയ തെറ്റാണോന്ന് അറിയാലോ. അങ്ങനെ ഒരു 10:15 ഗ്യാപ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിട്ടോ. ഇന്ന് നല്ല അടിപൊളി ഫിഷ് ഫ്രൈയും പിന്നെ ഉച്ചക്കത്തെ കപ്പ, ഉച്ചക്കത്തെ മീൻകറി, ചിക്കൻ ഫ്രൈ, പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയത്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു. ഏതായാലും ഡിന്നർ ഇന്ന് അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഫുഡ് എല്ലാതും ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ. ഞാൻ ഫസ്റ്റ് തന്നെ ബ്രോസ്റ്റ് കഴിച്ച്, അത് കഴിഞ്ഞ് കപ്പ കഴിച്ച്, ഏതായാലും എല്ലാം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ എന്തോ വാങ്ങിയ കേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് വരുന്നു കഴിച്ചു. അല്ല, ഹെവി ഫുഡ് കഴിച്ചിട്ട് മധുരം കഴിക്കാൻ നല്ലതാലോ, വേഗം കിളി പോവും. ഞാനാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഫുഡ് കഴിച്ച് കിടക്കണം എന്ന ഡിസിഷനില്ല, കാരണം കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നേരത്തെ കിടക്കുക, ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക, അതിൻ്റെ ഇടയിലുള്ള പണി മതിയും തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുക. എനിക്കറിയാം ഇതിൽ ഒരുപാട് സ്റ്റഡി ഒന്നും ഇല്ലാന്ന്, അത് ആക്ച്വലി പ്രീസിയം വരാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രീസിയം വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റഡി വ്ളോഗ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.